അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, പലപ്പോഴായി പല ആളുകളും നമ്മോട് വന്ന് പറയുന്നൊരു പരാതിയാണ്, എൻ്റെ മക്കൾ എന്നെ അനുസരിക്കുന്നില്ല ഉസ്താദെ. എൻ്റെ മക്കൾ ഞാൻ പറയുന്നതൊന്നും അവർ കേൾക്കുന്നില്ല. ഞാൻ പലപ്പോഴായി പല കാര്യങ്ങൾ പറയുമ്പോൾ അതിനൊക്കെ അവർ ഒഴിവാക്കുകയാണ് ഉസ്താദെ. എന്താണ് അതിന് പരിഹാരം? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ ഒരു ടെൻഷൻ വരാനുള്ള കാരണം എന്താ? പലപ്പോഴായി പല രക്ഷിതാക്കളും പറയുന്നത്, അവനിക്ക് വേണ്ട സൗകര്യങ്ങൾ മുഴുവനും ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്, അവനിക്ക് ബൈക്ക് വേണോ അത് ഞാൻ വാങ്ങിക്കൊടുക്കുന്നുണ്ട്, അവനിക്ക് ഏത് തരത്തിലുള്ള ഭക്ഷണമാണോ അതൊക്കെ ഞാൻ അതാത് സമയത്ത് കൊടുക്കുന്നുണ്ട് ഉസ്താദെ, എന്നാലും അവൻ എന്നെ അനുസരിക്കുന്നില്ല എന്ന പരാതി പലപ്പോഴായി ഞാനും നിങ്ങളൊക്കെ കേട്ടവരാണ്. അതിന് ഞാൻ സൈക്കോളജിക്കലായിട്ടൊരു പരിഹാരം പറയാം. എന്താണത്? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. നമ്മൾ യഥാർത്ഥത്തിൽ അവൻ്റെ രക്ഷിതാവാണ് നമ്മൾ എന്ന നിലക്ക് അവൻ അനുസരിക്കാതിരുന്നപ്പോഴാണ് നമുക്ക് ടെൻഷൻ വന്നത്. എന്നാൽ ഞാനും നിങ്ങളുമാകുന്ന മാതാപിതാക്കൾ യഥാർത്ഥത്തിൽ നമ്മുടെ രക്ഷിതാവായ അള്ളാഹുവിനെ അനുസരിക്കുന്നുണ്ടോ? ഇത് ഞാനും നിങ്ങളും ഒന്ന് ആലോചിക്കേണ്ടതാണ്. നമുക്ക് ഭക്ഷണം തരുന്ന, നമുക്ക് വെള്ളം തരുന്ന, നമുക്ക് സുഖസൗകര്യങ്ങൾ നൽകുന്ന, എന്തിന് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ മോനെ പോലും നമുക്ക് തന്ന അള്ളാഹു, ഈ അള്ളാഹുവിനോട് നമ്മൾ യഥാർത്ഥത്തിലുള്ള ഒരു വഴിപ്പെടൽ, അവൻ്റെ അടിമയാണ് എന്ന നിലക്കുള്ള ഒരു വഴിപ്പെടൽ ഞാനും നിങ്ങളും നടത്തുന്നുണ്ടോ? ഒരിക്കലും നമ്മൾ നടത്തുന്നില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ യഥാർത്ഥമായ രക്ഷിതാവിനെ നമ്മളൊന്ന് അനുസരിച്ച് നോക്കൂ, എന്നാൽ നമ്മുടെ മക്കൾ നമ്മളെയും അനുസരിക്കും. ഇതൊരു സൈക്കോളജിക്കൽ കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതൊന്ന് പരീക്ഷിച്ച് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ അടിമയായി നമ്മളൊന്ന് ജീവിച്ച് നമ്മുടെ മക്കളോട് നമ്മളൊന്ന് പറഞ്ഞു നോക്കൂ. തീർച്ചയായും നമ്മുടെ മക്കൾ നമ്മെ അനുസരിക്കും. ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ, അപ്പോൾ മനസ്സിലാവും. അസ്സലാമു അലൈക്കും.